പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് രാധ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് വന്നിട്ട്, വിക്രം നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്തൊന്നും സംസാരിക്കാനുള്ള നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട എന്ന് പറയാണ്. പക്ഷേ രാധ അവിടുന്ന് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാനെല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ചാലൊന്ന് പറഞ്ഞ് തുലച്ചിട്ട് എന്ന് വേഗം പോവാൻ നോക്കുക എന്ന് പറയുകയാണ്. അതെ, നീ എന്താ ഇത്രയും നാൾ പറഞ്ഞിരുന്നത്? നിൻ്റെ വീട്ടിൽ കയറി വന്ന് താമസിക്കുന്ന അവളെ നിനക്ക് ഇഷ്ടമല്ല, എന്നെയും നിനക്ക് ഇഷ്ടമല്ല, ഈ ലോകത്ത് ഒരു പെൺകുട്ടിയെ നീ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവളെയും കൊണ്ട് ലോകം മൊത്തം കറങ്ങി നടക്കുകയല്ലേ നീയെ? വിക്രം, നീ വേദയും കൊണ്ട് മധുരയിൽ പോയില്ലേ? പിന്നെ അച്ചമ്മയുടെ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയില്ലേ? അപ്പോൾ ഇതിനൊക്കെ അർത്ഥം എന്താ? നിനക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ? നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ? വിക്രം, സത്യം പറ, എന്താ ഇതിനൊക്കെ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരും കേട്ടോ. മുൻപ് രാധയുടെ അമ്മ വന്ന് വിക്രമിൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ വിക്രം ആലോചിക്കുകയാണ്. നീ അവളെ വെറുക്കണം, അവൾക്ക് മനസ്സിലാവണം നീ വെറുക്കുന്നുണ്ടെന്ന്, അവളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും അവളെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവൾ വേറൊരു വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്നുള്ളത് രാധയുടെ അമ്മ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിക്രമിൻ്റെ അടുത്ത്. അത് പ്രകാരം പെട്ടെന്ന് വിക്രം അങ്ങ് പറയുകയാണ് ദേഷ്യത്തിൽ, അതേടി, ഞാനേ അവളെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി അവളെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കൊണ്ട് ലോകം മൊത്തം കറങ്ങി നടക്കുന്നത്. ഇനിയും നടക്കും, അതിന് നിനക്കെന്താ? ഇത് കേട്ട് രാധ അങ്ങ് സ്തംഭിച്ച് നിൽക്കുക കേട്ടോ. രാധയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ തുരുതുറ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം പറഞ്ഞത്? നീ എന്താ പറഞ്ഞ്? അവളെ ഇഷ്ടമാണെന്നോ? അത് കേൾക്കുന്ന വിക്രം വീണ്ടും പറയാണ്, അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവളെ സ്നേഹിക്കണു, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറയുമ്പോൾ, അതെ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങ് രാധ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇടയിൽ. അങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങ് പോവാട്ടോ. ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ട് വിക്രമിൻ്റെ ഫ്രണ്ട്സ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, നീ രാധയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? നീ അവളുടെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ, അവൾ പാവല്ലേ വിക്രം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ, അവൾ പാവമാണ്, എൻ്റെ വീട്ടിലുള്ളവളും പാവമാണ്, ഞാൻ മാത്രമാണല്ലോ ദുഷ്ടൻ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇല്ല വിക്രം, നീ നല്ലവനാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ എന്തുകൊണ്ടാണ് നീ രാധയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലിരിക്കുന്ന വേദ എന്ത് തെറ്റാ ചെയ്തേ? അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ തെറ്റ് ചെയ്തത്. അവളുടെ കഴുത്തിലൊരു താലി കെട്ടി. അവൾ എത്ര ഭാഗ്യവതിയായി ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണ്, നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അവളുടെ കഴുത്തിലൊരു താലി കെട്ടിപ്പോയി, എൻ്റെ അറിവില്ലായ്മ കൊണ്ട്. അതിനാലല്ലേ അവൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഇവളെ എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് എൻ്റെ പിറകെ നടക്കുന്നു. എനിക്ക് ശല്യമാണിത്, എനിക്കിഷ്ടമല്ല അവളെ. ഞാൻ എവിടെ പോയാലും എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇവളെൻ്റെ പിറകെ നടക്കുകയല്ലേ. അപ്പോൾ രണ്ട് പെൺകുട്ടികളുടെയും ജീവിതം ഞാൻ മൂലം നശിക്കുകയാണ്. അത് പാടില്ല. രാധയുടെ അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് വേറൊരു വിവാഹ ജീവിതവും നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അതിനു വേണ്ടി അവളുടെ മനസ്സ് ഇപ്പോൾ കുറച്ച് വേദനിച്ചാലും അവൾക്ക് പിന്നീടൊരു നല്ല ജീവിതം കിട്ടണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്കും സന്തോഷമാവും കേട്ടോ. പിന്നീട് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ വേദയുടെ വീട്ടിലേക്ക് വരികയാണ്, മാഷിൻ്റെ വീട്ടിലേക്ക്. അമ്മയും മുത്തശ്ശിയും കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുക കേട്ടോ. നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇവരിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നിരിക്കണേ? എത്ര വലിയ കാശുള്ള വീട്ടിലെ ആൾക്കാരാണെന്ന് പറഞ്ഞാലും നാണോ മാനോ ഇല്ല എന്നിങ്ങനെ ശ്രീജയുടെ അടുത്ത് പറയുക കേട്ടോ. നീ ഒന്ന് മിണ്ടാതിരിക്കും ശ്രീജ എന്ന് പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന നന്ദിനി എന്ന് ശ്രീജ പറയുകയാണ്. വേദയ്ക്ക് അമ്മയും മുത്തശ്ശിയൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷമാവുക കേട്ടോ. വേഗം ഓടി ചെന്നിട്ട് കെട്ടിപ്പിരിക്കുന്നുണ്ട് അമ്മയും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട്. കമലാമ്മയ്ക്കും സ്വീകരിച്ച് ഇരുത്തണമെന്നുണ്ട്. പക്ഷേ മാഷിനെ കണ്ടപ്പോൾ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കമലാമ്മയ്ക്ക് പേടി, എന്ത് പറയും മാഷ് എന്നുള്ളൊരു ടെൻഷനിലൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്,
ഞങ്ങൾ വന്നത് വേദയുടെ താലി പിരിക്കൽ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ അടുത്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്. പക്ഷേ ഞങ്ങൾക്കും നിങ്ങൾക്കും ആ ചടങ്ങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ദോഷമാണ് രണ്ട് കുടുംബത്തിനും എന്ന് പറയുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തീരുമാനിച്ച് ഒരു നല്ല ഡേറ്റ് നോക്കിയിട്ട് ആ ചടങ്ങ് അങ്ങ് പെട്ടെന്ന് തീർക്കാം. നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല എന്നുണ്ടെങ്കിലും ആ ചടങ്ങ് നമ്മൾ നടത്തി കൊടുത്താൽ മാത്രമേ അവരുടെ ഭാവി ജീവിതം നന്നാവൂ എന്ന് പറയുകയാണ് മുത്തശ്ശി. ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത് പറയാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ താലി പിരിക്കൽ ചടങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കുകയല്ല വേണ്ടത്, അത് നടത്തി കൊടുക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറയുക കേട്ടോ. പക്ഷേ നമ്മുടെ കമലാമ്മയ്ക്ക് ഈ ചടങ്ങൊക്കെ നടത്തണം എന്നുണ്ട് കേട്ടോ. കമലാമ്മയുടെ മനസ്സിൽ വിക്രമിൻ്റെ ഭാര്യയായിട്ട് തന്നെയാണല്ലോ വേദിയെ സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആ ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട്. പക്ഷേ മാഷ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഒന്നും പറയാനൊട്ട് പറ്റുന്നുമില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് തന്നോളാമെന്ന് കമലാമ്മയുടെ അടുത്ത് പറയുകയാണ്. പിന്നീട് കമലാമ്മയും വേദയും കൂടെ അമ്പലത്തിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ. ചെറുപ്പകാലത്തെ മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ പോകുന്നതും മുത്തശ്ശി പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താലി പിരിക്കൽ ചടങ്ങിനെക്കുറിച്ചും മുത്തശ്ശി എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നടത്തിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് നല്ല ദോഷമാണെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അത് എനിക്ക് ഇപ്പോഴാട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചടങ്ങിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത്. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കമലാമ്മ. ചെറുപ്പത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോ അങ്ങ് വരിക കേട്ടോ. ഒരു ടേണിങ്ങിൽ വേദ ഇങ്ങനെ സംസാരിച്ച് നടന്നു വന്നിരിക്കുമ്പോൾ വേദ ഇടിക്കുന്ന തരത്തിൽ പെട്ടെന്ന് അങ്ങനെ അരികിലൂടെ ഒരു ഓട്ടോ വരികയാണ്. പെട്ടെന്ന് കമലാമ്മ വേദയെ പിടിച്ച് പുറത്തേക്ക് അരികിലേക്ക് റോഡ് സൈഡിലേക്ക് അങ്ങ് വലിച്ചിടുകയാണ്. അങ്ങനെ ആ അപകടത്തിൽ നിന്നും വേദ രക്ഷപ്പെടുകയാണ്. അപ്പോൾ കമലാമ്മയ്ക്ക് തോന്നുകയാണ് ഈ താലി പിരിക്കൽ ചടങ്ങ് നടത്താത്തതുകൊണ്ടാണ് വേദയ്ക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായത് എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീട് അവർ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കയ്യിലൊരു കെട്ടുമാറ്റിയിരിക്കുന്ന മാഷിനെയാണ് കാണുന്നത്. ചുറ്റും മക്കളും മരുമക്കളും ഉണ്ട്. മാഷിന് ഗുളികയൊക്കെ കൊടുക്കുന്നുണ്ട് വിശ്വം. ഇത് കാണുന്ന കമലാമ്മ ഓടി വന്നിട്ട്, എന്ത് പറ്റി മാഷേ, ഇത് എന്താ കയ്യിൽ, ഇത് എന്താ സംഭവിച്ചത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നതിന്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ റോഡിലൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴേ ഒരു കാറ് പെട്ടെന്ന് അങ്ങ് വന്നു. പക്ഷേ ഞാനത് കണ്ടില്ലായിരുന്നു. റോഡിൻ്റെ സൈഡിലോട്ട് അങ്ങ് ഒതുങ്ങി നിന്നപ്പോഴേ അവിടെ ഒരു കുഴിയുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല. അതിലെ വീണ് ചവിട്ടി ഞാനങ്ങ് വീണു എന്ന് പറയുകയാണ്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ചെറുതായി കയ്യിലൊരു മുറിവ് വന്നു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്ത് ഗുളികയൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളെന്ന് പറയുകയാണ്. പക്ഷേ കമലാമ്മ അങ്ങനെ സങ്കടം വന്ന് കരയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അപശകുനമാണ്, രണ്ടാമത്തെ അപശകുനമാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വം ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ അപശകുനോ? അമ്മ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോയി വരുമ്പോൾ വേദയ്ക്കും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവേണ്ടതായിരുന്നു. അതിന് വേദ രക്ഷപ്പെട്ടു. ഇതിനെല്ലാം കാരണം ഈ താലി പിരിക്കൽ ചടങ്ങ് വേദയുടെ നടത്താത്തത് കൊണ്ടാണ്. അതെല്ലാം അപശകുനങ്ങളാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് സമ്മതിക്കത്തില്ല. എനിക്ക് ഈ ചടങ്ങ് നടത്തണം എന്ന് പറയുകയാണ് കമലാമ്മ. മാഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഇതെല്ലാം ഇവരെ സ്വീകരിച്ചോ, ഇവരുടെ കല്യാണം സ്വീകരിച്ചോ, നീ അംഗീകരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങളാരും അംഗീകരിച്ചില്ലെങ്കിലും അവരുടെ വിവാഹം കഴിഞ്ഞു. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി വിക്രം കെട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങളത് എല്ലാവരും അംഗീകരിക്കണം. ഞാൻ അംഗീകരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും അംഗീകരിക്കണം. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് ഞാൻ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു, അതേ പ്രാധാന്യം തന്നെയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിക്ക് ഞാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചടങ്ങ് നടത്തി കൊടുക്കും എന്ന് പറയാണ്. അപ്പോൾ വിക്രം മാഷൊന്നും മിണ്ടാതിരിക്കുകയാണ്. കമല പറയുന്നതെല്ലാം കേട്ട് നന്ദിനി പറയുന്നുണ്ട്, വിനയേട്ടാ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുക, അവിടെ ആ ചടങ്ങ് നടത്താൻ പാടില്ല, അത് നടക്കരുത് എന്ന് പറയാണ്. അങ്ങനെ വിനായകൻ ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ഒരു താലി വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ 25,000 രൂപയാകും. അതിന് കോർത്ത് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ചെയിന് വാങ്ങണം,
സ്വർണ്ണമാല വാങ്ങിക്കണം. ആ മാലയ്ക്ക് തന്നെ 1,00,000 രൂപയെങ്കിലും ആവും. ഇതിനെല്ലാം കാശ് എവിടുന്നാ? അമ്മയുടെ കയ്യിലുണ്ടോ? എവിടുന്നാ കാശെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. കാശ് ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടാക്കിക്കൊള്ളാം, സംഘടിപ്പിച്ചു എന്ന് കമലാമ്മ പറയുന്നുണ്ട്. അങ്ങനെ കമലാമ്മ വേദയുടെ മുത്തശ്ശിക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സമ്മതമാണ് ഈ താരി പിരിക്ക ചടങ്ങിന്. നിങ്ങളുടെ ഡേറ്റ് നല്ലൊരു ഡേറ്റ് കുറിച്ചോളൂ, നമുക്ക് ഈ ചടങ്ങ് അങ്ങ് നടത്താം. കുട്ടികൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അവർ ഈ ചടങ്ങ് നടത്തിയാലാണ് അവർക്ക് ഭാവി ജീവിതത്തിൽ നല്ലത് വരത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന വേദയുടെ മുത്തശ്ശിക്ക് പത്മയ്ക്കും സന്തോഷമാവുകയാണ്.